മര്യാദയ്ക്ക് ആ ടാക്സ് ഒക്കെ അടച്ചിട്ട് കാര്യം നടത്തിയിരുന്നെങ്കിലാ. അപ്പം അത് മതി. അപ്പം ഇപ്പോഴും കൊടുത്തിരിക്കണം ഈ പഠിക്കല്ലേ. എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? എന്നോട് കൂടിയിട്ട് എനിക്ക് ഒരുപാട് മാറ്റമായിരുന്നു. ആ മാറ്റം പറഞ്ഞ അല്ലെ പിന്നെ അവൻ്റെ ഗുണം കാണിച്ചുള്ള അവസ്ഥ വെച്ചേക്കാണ്. നന്ദികേട്, നെറുകേട്, പറ്റിപ്പ്, ഇതൊക്കെ അല്ല അവൻ്റെ പരിപാടി. എന്നോട് കൂടി ഉണ്ട് നന്നായി നീ. അവനല്ലാതെ എന്ത് ഇടി അനുഭവിച്ച് പഠിക്കണതൊക്കെ. ഒരു ഉള്ളവളെ പൈസ കൈ കിട്ടുമ്പോൾ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയ അതൊക്കെ നാട്ടിൽ പോയി കാണിക്ക്. നമ്മളുടെതാണ് കാണിക്കണത്. ആ ലോട്ടറി അടിച്ചപ്പോഴേ അവൻ്റെ ഒരു സംഭവം കാണണമായിരുന്നു. നീ കേൾക്കണം. നീ ചെയ്യാനാടാ എന്തോന്നല്ലേ അല്ലാത്ത നാണക്കേടായി പോയി. കുറച്ച് പൈസ ഇങ്ങോട്ട് ഒരു ആവേശത്തിൽ ഇങ്ങോട്ട് തരുന്നു, അതെല്ലാം ചിലവാക്കി കഴിയുന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് കൊണ്ടുപോകാന്ന്. ഞാനാണേ ഇല്ലാത്ത ആ പൈസ കൊടുത്ത് ഒരു പുതിയ ഷർട്ട് വാങ്ങിച്ചു, എല്ലാ കടവും തീർത്ത്. ഈ പൈസ എവിടെ നിന്നൊക്കെ ഒപ്പിച്ചതെന്ന് അറിയാമോ? വാ, ഇത് അളിയെ എനിക്ക് തന്ന 5000 രൂപ ഉണ്ടോന്ന് എണ്ണി വെക്ക്. ഇതാ ഇത് 2000 എക്സ്ട്രാ ഉണ്ട്, 2000 രൂപ ഉണ്ട് കേട്ടോ. കാര്യങ്ങൾ നടക്കട്ടെ. നീ കുറേ മുത്തുലക്ഷ്മി മസാല ദോശ വടയും വാങ്ങിച്ചു കൊടുത്തിട്ട് ബാക്കി പൈസ മുത്തുലക്ഷ്മി കയ്യിൽ കൊടുത്തു. തിരിച്ചു ചോദിച്ചപ്പോൾ അവൾ തന്നില്ല. അത് നന്നായി. അല്ല, അതെ, ഇതിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ്റെ ആവശ്യത്തിനായിട്ട് വെച്ചിരുന്ന പൈസയാണ് എനിക്ക് കിട്ടുന്നത് വന്നത്. പ്രശ്നമാണിത്. DYSP SI ഒക്കെ വിളിച്ചിരുന്നു, പെട്ടെന്ന് ഈ പൈസ കൊടുക്കണം. അതാണ്. എന്നാ എന്നെ ഏൽപ്പിച്ച പൈസ. ആ ഫ്രൂട്ട്സ് വേണോ? അത് ഞാൻ കടയിൽ കൊടുത്ത പൈസ കിട്ടും. ഒരു 8000 രൂപയുടെ കുറവുകൂടെ ഉണ്ട്. അത് അളിയൻ തന്നെ ഉണ്ടാക്കിയാൽ മതി. അതെൻ്റെ സപ്പ. അതെ അതെ. നമ്മൾ കഥയൊക്കെ അന്വേഷിച്ച് സഹനമായ എന്തിനാ ഇങ്ങനെ ദൂരേക്ക് പോകുന്നത്? ആ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ പോരെ, കാണുമല്ലോ. അതെ അതെ. എൻ്റെ ത്രെഡാ കഥയ്ക്ക് പേരിട്ടു, അർദ്ധരാത്രിയിൽ കൂടാ. അതെ അതെ. പെട്ടെന്ന് വരെ കാശ് വന്നപ്പോഴേ 100 രൂപ ചിലർക്ക് വിതരണം ചെയ്യുന്ന ഒരു എംബോക്കിയായ ചെറുപ്പക്കാരനാണ് കഥ തുടങ്ങുന്നത്. നമ്മൾ പൊളിക്കും. പൈസ വന്ന് തോമസ് ഏട്ടൻ തരാൻ പറഞ്ഞ പൈസ വന്ന്. കർത്താവേ, സമാധാനായ. തോമസ് ഏട്ടൻ വിളിക്കുന്നു. ചേട്ടാ, ആ പൈസ വന്നു. ഓ താങ്ക് ചേട്ടാ. ഉമ്മ. ഓ ഓക്കെ ഏട്ടാ. ഓക്കെ. ഓ ശരി. മറ്റേ ആളിനെ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കട്ടെ.